ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടാകിലപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പൊക്കുവാസരം പോയതുമേതുമറിഞ്ഞീല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂഢമോദമവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാനൊട്ടു നാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായുദകക്രിയയ്ക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ. നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൽ. തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനരസഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ജരീജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും. ക്ഷണാലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കു
വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരച്ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ. അന്ധനായി 3 ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേൻ. നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളൊരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളിച്ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമൂർക്കനീ. പിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത്സദാ. തേന ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനു മായയ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതിത്താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ.
എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരോൽപ്പത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ. ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 മാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോച്ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്രോപസ്ഥനാഭിയുപായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരക്കേശരോമങ്ങൾ. 8 മാസി ഭവിക്കും പുനരപിപുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ. 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവന്യപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 10,100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവുമെത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യകുടുംബഭരണൈകസക്തനായി വിത്തമന്യായമായാർജിച്ചിതന്വഹം. വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം. പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമൂർത്തോളമേതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മകദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ.
ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം, തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാക്കിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുദ്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യമാരാലും ഓർത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതിപ്രയത്നം ചെയ്കിലർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിദേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. സമുദ്രലംഘന ചിന്ത. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളേ. ശക്രതനയതനൂജനാമംഗദൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം.
സുഗ്രീവരാമസൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരുമംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി, ചാടാമിരുപതെനിക്കെന്നൊരു കവി. 30 ചാടാമെനിക്കെന്നപരനും, അപ്പടി 40 മറ്റേവനും. 50, 60, 70 80 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായളക്കും വിധൗ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തുവെച്ചീടിനേൻ. വാർദ്ധകഗ്രസ്തനായേനിതാനിം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. മജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളെ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേവരു. ആർക്കുമേയില്ല സാമർഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ. കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമൂർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായ അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും. ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ. 30 മുക്കോടി വാനവർ തമ്മൊടും ഉൽപ്പല സംഭവ പുത്രവർഗത്തൊടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ.
ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്ഥായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലായികിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലഞ്ഞു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരിയേ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമവാക്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം.